പുതിയ കുട്ടികൾ നശിച്ചു പോകുന്നതിൽ നമ്മൾ എല്ലായ്പ്പോഴും അത് കറക്റ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനൊന്നുമല്ല. ഞാൻ പറയുന്നത് അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ഫോർ ദ ഫാമിലി, ഒരു വീടിനാണ്. ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളെ എപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നാത്ത രീതിയിൽ അവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഫാമിലി സെറ്റപ്പ് അതിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു അച്ഛൻ, ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു അമ്മ, ഈ കുട്ടി ഏതോ സമയത്ത്, ഈ കുട്ടിയെ വളർത്തുന്നത് തന്നെ ഒരുപക്ഷെ വേറൊരാളായിരിക്കാം. എന്നിട്ട് പിന്നെ ഈ കുട്ടി ഏതോ ഒരു സമയത്ത് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ആ കുട്ടി പഠിക്കുന്നുണ്ടോ, എത്ര സമയം പഠിക്കുന്നുണ്ട്, എത്ര സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട്, മൊബൈൽ ഡിവൈസസ് കുട്ടിക്കുണ്ടോ, ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര സമയം ഉപയോഗിക്കുന്നു, അതിലെന്താണ് കാണുന്നത്, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, സ്കൂളിൽ എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ എത്ര പേരൻസ് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് അറിയില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് വഴിതെറ്റാനുള്ള സാധ്യതകൾ പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്. പണ്ട് നമ്മൾ കഞ്ചാവല്ല, അവൻ കഞ്ചാവാണ് എന്ന് പറയുമെങ്കിൽ ഇന്നത് സിന്തറ്റിക് ഡ്രഗ് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഈ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആകുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് വീട്ടിൽ പേരൻസിനോട് ഓപ്പണായിട്ട് എന്തിനെ പറ്റി സംസാരിക്കാനായിട്ട് കഴിയണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ള എത്രയോ കേസുകൾക്ക് അബ്യൂസൊക്കെ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്ന പേരൻസിനോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്കുണ്ട് എന്ന് അവർക്ക് കൂടി ബോധ്യമുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പേരൻറ്റിങ് രീതി ഉണ്ടാകണം.